In this video, we are going to study about Purdue model for control hierarchy. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഐ ടിയും ഉണ്ട് ഒ ടിയും ഉണ്ട്. യൂഷ്വലി വി യൂസ് ഐ ടി ഫോർ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ, അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈക്ക് ഒപ്റ്റിമൈസേഷൻ പോലത്തെ ഡിസിഷൻസ് എടുക്കാനായിട്ടാണ് നമ്മൾ ഐ ടി ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഒ ടി നമ്മൾ ഫിസിക്കൽ ഡിസിഷൻസ് എടുക്കാനാണ്. ലൈക്ക് ക്ലോസിങ് എ വാൽവ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ദ പ്രഷർ, അഡ്ജസ്റ്റിംഗ് ദ പ്രഷർ, ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള ഫിസിക്കൽ ഡിസിഷൻസ് എടുക്കാനാണ് നമ്മളെന്ത് ഒ ടി ഉപയോഗിക്കുന്നത്. സോ ഹിസ്റ്റോറിക്കലി if you see, historically IT and OT were always kept different. IT എപ്പോഴും ഒ ടിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ടൈം ചേഞ്ചസ് ഈ ഐ ടി ഒ ടിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നു, അല്ലെങ്കിൽ ഐ ടിയും ഒ ടിയും തമ്മിലുള്ള ആ ഡിഫറൻസ്, ആ ഒരു ബൗണ്ടറി മാഞ്ഞിട്ട് ദേ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗെദർ. ഓക്കെ, so this led to what? IT-centric solutions. This led to the creation of IT-centric solution towards securing this OT devices. OT devices നെയും IT devices നെയും സെക്യൂർ ചെയ്യാനായിട്ട് IT-centric ആയിട്ടുള്ള സൊല്യൂഷൻസ് വരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഫയർ വാൾസ് അല്ലെങ്കിൽ ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം, IPS, ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം, ഇങ്ങനത്തെ ഉള്ള ഐ ടി സെൻട്രിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് വരാൻ തുടങ്ങി. സോ ആസ് ദി ബോർഡേഴ്സ് ഓഫ് ഒ ടി ആൻഡ് ഐ ടി ഡൊമൈൻസ് ബ്ലർ, they must align strategies and work more closely together. We need to ensure end-to-end security. അതായത് ഈ ഐ ടി ഒ ടിയും തമ്മിൽ ഇത്രയേറെ അടുത്ത് പെരുമാറി വരുന്ന സമയത്ത് വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് സം കൈൻഡ് ഓഫ് ഒരു കൺട്രോൾ സ്ട്രാറ്റജി, അല്ലെങ്കിൽ വി മസ്റ്റ് അലൈൻ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് ഫോർ ഗിവിങ് എൻഡ് ടു എൻഡ് സെക്യൂരിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന കൺട്രോൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. സോ ദിസ് ലെഡ് ടു ദ നെസസിറ്റി ഓഫ് ഫ്രെയിംവർക്സ്. ഒരു സെക്യൂരിറ്റി ഫ്രെയിംവർക്സ് വളരെ നെസസറി ആയിട്ട് മാറി. സോ ആഫ്റ്റർ ഈ ഒരു സൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിനകത്ത് അതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ലോജിക്കൽ ഫ്രെയിംവർക്കാണ് Purdue മോഡൽ ഫോർ കൺട്രോൾ ഹൈറാർക്കി. അതായത് ഈ ഐ ടി ഒ ടി ഡിവൈസസ് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ പെർഫോം ചെയ്ത് വരുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് സെക്യൂരിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ Purdue മോഡൽ, ലോജിക്കൽ ഫ്രെയിംവർക്ക് ബേസ്ഡ് Purdue മോഡൽ ഫോർ കൺട്രോൾ ഹൈറാർക്കി കൊണ്ടുവരുന്നത്. അപ്പം Purdue മോഡൽ ഫോർ കൺട്രോൾ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 5 ലെയർ ആർക്കിടെക്ചർ. ഒരു 5 ലെയർ ആർക്കിടെക്ചറാണ് Purdue മോഡൽ ഓഫ് കൺട്രോൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. സോ ഈ 5 ലെയർ ആർക്കിടെക്ചർ ഇറ്റ് ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻറ്റു 2 സോൺസ്. 2 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് സോൺ ഈസ് കോൾഡ് എൻ്റർപ്രൈസ് സോൺ, ആൻഡ് ദെൻ വി ഹാവ് ആൻ ഓപ്പറേഷൻ സോൺ. ഈ 5 ലെയേഴ്സിന് 2 സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 സോണുകളെയും തമ്മിൽ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഐസൊലേഷനിൽ വെച്ചിട്ട് ദർ ഈസ് സംതിങ് കോൾഡ് ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഡീമിലിറ്ററൈസ്ഡ് സോൺ രണ്ടിടത്തുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് DMS. ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ നടുക്ക് വരും. So what are the layers of this architecture or this framework? The first one is there is layer 0 is called process layer. Okay, then there is a layer called basic control layer. Then we have something like supervisory control layer. Then we have an operation control layer. Then we have enterprise layer. Then we have business network, and then we have enterprise network. ഇതിൽ ഈ ആദ്യത്തെ 4 എന്ന് പറയുന്നത് they belong to what? The operation zone. ഓപ്പറേഷൻ സോണിലാണ് ഈ പറയുന്ന ലാസ്റ്റ് 2, അതായത് 4 and layer 5 they belong to enterprise zone. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്. So this is the structure of
ദി ലെയർ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലെയർസ് 5 and 6 മുകളിൽ നിന്ന് താഴേക്കാണ്. ലെയർ 5 and 6 ഈസ് കോൾഡ് ദി എൻ്റർപ്രൈസ് സോൺ. Enterprise zone. Okay. And the rest of the layers is called what? The operation zone. Operation zone. ഇനി ഈ രണ്ട് ലെയേഴ്സിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വി ഹാവ് എ ലെയർ കോൾഡ് ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഈ ഒരു സോൺ ഇസ് കോൾഡ് ഡീമിലിറ്ററൈസ്ഡ് സോൺ. സോ ഇറ്റ് ഇസ് കോൾഡ് ഡീമിലിറ്ററൈസ്ഡ് സോൺ. നടുക്കൊരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ഉണ്ട്. ആൻഡ് ഏറ്റവും താഴെ ലെയർ ഇസ് എ സേഫ്റ്റി ക്രിട്ടിക്കൽ ലെയർ. സേഫ്റ്റി ക്രിട്ടിക്കൽ ലെയർ ദാറ്റ് ഈസ് ബിലോങ്ങിങ് ടു ദ സേഫ്റ്റി സോൺ. ഇതാണ് നമ്മുടെ Purdue മോഡൽ ഓഫ് കൺട്രോൾ ഹയറാർക്കിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് Purdue മോഡൽ ഓഫ് കൺട്രോൾ ഹയറാർക്കി. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഓരോ സോണിനെയും പറ്റി പറയാം. സോ എൻ്റർപ്രൈസ് സോണിനകത്ത് വരുന്ന രണ്ട് ലെയേഴ്സ് എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് ലെയർ ആൻഡ് ബിസിനസ് നെറ്റ്വർക്ക്, ബിസിനസ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ പേര്. സോ ഫസ്റ്റ് ലെയർ, ഫിഫ്ത്ത് ലെയർ നമുക്ക് മുകളിൽ താഴോട്ട് വരാം. സോ ഫസ്റ്റ് വൺ ഈസ് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്. Enterprise network we have corporate level applications. We have corporate level applications like enterprise resource planning, ERP, enterprise resource planning. അല്ലെങ്കിൽ we have something like customer relationship management, CRM എന്നിങ്ങനെ പറയുന്ന corporate level applications ആണ് നമുക്കുള്ളത്. Okay, so we have in this we have document management and services like VPN, entry from outside the world exists at this level. നമുക്ക് VPNസും വയർലെസ് പ്രൈവറ്റ് നെറ്റ്വർക്ക് virtual private network, and we have document management and services in this layer. VPNs ഒക്കെ നമ്മൾ ഈ എൻ്റർപ്രൈസ് നെറ്റ്വർക്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദി ബിസിനസ് പ്ലാനിങ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്. രണ്ടാമത്തെ നെറ്റ്വർക്കാണ് ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിൽ വി ഹാവ് IT സർവീസസ് എക്സിസ്റ്റ് ഇൻ ദിസ് ലെവൽ. ഓക്കെ, ആൻഡ് ദേ ഇൻക്ലൂഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് വി ഹാവ് ഷെഡ്യൂളിംഗ് സിസ്റ്റംസ്, മെറ്റീരിയൽ ഫ്ലോ ആപ്ലിക്കേഷൻസ്, ഒപ്റ്റിമൈസേഷൻ, പ്ലാനിങ് സിസ്റ്റംസ്, ഇങ്ങനത്തെയുള്ള IT സർവീസസ് ആണ് നമുക്കുള്ളത്. Okay, and we also have local IT services like phone, email, security monitoring, ഇങ്ങനത്തെയുള്ള സർവീസസ് ആണ് നമുക്ക് ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് ലെയറിനകത്ത് വരുന്നത്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ എൻ്റർപ്രൈസ് സോണിനകത്ത് വരുന്നത്. ദെൻ വി ഹാവ് എ ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഈ ഡീമിലിറ്ററൈസ്ഡ് സോൺ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് എസ് എ ബഫർ സോൺ. ഇറ്റ്സ് എ ബഫർ സോൺ. It acts as a buffer zone where data and services can be shared between the two layers. അതായത് ഓപ്പറേഷൻ സോണും എൻ്റർപ്രൈസ് സോണും തമ്മിൽ സർവീസസിനെയും ഡേറ്റയെയും ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ബഫർ സോണായിട്ട് ഡീമിലിറ്ററൈസ്ഡ് സോൺ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഈസി സെഗ്മെൻറ്റേഷൻ. ഒരു കറക്റ്റായിട്ടൊരു സെഗ്മെൻറ്റേഷൻ, ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് ഒരു ഈസി സെഗ്മെൻറ്റേഷനും നമ്മൾ ഈ ഡീമിലിറ്ററൈസ്ഡ് സോൺ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എൻ്റർപ്രൈസ് സോണും ഓപ്പറേഷൻ സോണും തമ്മിൽ വേർതിരിച്ച് വയ്ക്കാനായിട്ടുള്ള ഒരു ബഫർ സോണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫോർ സെഗ്മെൻറ്റേഷൻ ഓൾസോ. ഓക്കെ, അതിന് വേണ്ടിയാണ് നമ്മൾ ഡീമിലിറ്ററൈസ്ഡ് സോൺ എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓപ്പറേഷൻ സോണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 4 ലെയേഴ്സാണുള്ളത്. വി ഹാവ് എൻ ഓപ്പറേഷൻ കൺട്രോൾ ലെയർ. In operational control layer we have a supervisory control layer, then we have basic control layer, then we have process layer. ഇതിനകത്ത് ഓപ്പറേഷൻ കൺട്രോൾ ലെയറിനകത്ത് ആ ലെവൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫങ്ഷൻസ് ഇൻവോൾവ് ഇൻ മാനേജിങ് ദ വർക്ക് ഫ്ലോ ടു പ്രൊഡ്യൂസ് എ ഡിസൈർഡ് എൻഡ് പ്രോഡക്റ്റ്. അതായത് നമുക്ക് ഈ ഓപ്പറേഷൻ നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ദ വർക്ക് ഫ്ലോ. ഓപ്പറേഷൻ കൺട്രോൾ ലെയറിൽ നമ്മൾ വി ആർ മാനേജിങ് ദ നെറ്റ്വർക്ക് ഫ്ലോ. നമ്മൾ ആ നെറ്റ്വർക്ക് ഫ്ലോയെ നമ്മൾ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ കൺട്രോൾ ലെയർ, ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ ലെയറിനകത്ത്.
And it is also used for managing and controlling the entire operational system. ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഓപ്പറേഷൻ കൺട്രോൾ ലെയർ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ ലെയർ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് സൂപ്പർവൈസറി കൺട്രോൾ ലെയർ. സൂപ്പർവൈസറി കൺട്രോൾ ലെയർ നമുക്ക് ഉള്ളത് വി ഹാവ് കൺട്രോൾ റൂംസ്, വി ഹാവ് കൺട്രോളർ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്. ഇതിനകത്ത് വി ഹാവ് ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് where we can actually interact with the machines. ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ഒക്കെ വരുന്നത് വി ഹാവ് ഇൻ ദ സൂപ്പർവൈസറി കൺട്രോൾ. ഓക്കെ, നമുക്കിവിടെ കൺട്രോളർ സ്റ്റാറ്റസ് ഉണ്ട്, കൺട്രോൾ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റംസ് ഉണ്ട്, പിന്നെ മറ്റ് കൺട്രോൾ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ സൂപ്പർവൈസറി കൺട്രോൾ ലെയറിലാണ് വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് ബേസിക് കൺട്രോൾ ലെയർ. ബേസിക് കൺട്രോൾ ലെയറിൽ വി ഹാവ് കൺട്രോളേഴ്സ് ആൻഡ് IEDs. IED എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പോൾ നമുക്ക് ഈ ബേസിക് കൺട്രോൾ ലെയറിൽ വി ഹാവ് തിങ്സ് ലൈക്ക് കൺട്രോളേഴ്സ് ആൻഡ് വി ഹാവ് IEDs. Okay, and these applications can talk to each other. Okay, these applications can talk to each other. Applications തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ബേസിക് കൺട്രോൾ ലെയർ. Then we have the level 0 layer or the process layer. ഈ പ്രോസസ് ലെയറിൽ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഡിവൈസസ് സച്ച് ആസ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റർ മെഷീൻസ്. അപ്പോൾ ഈ ഒരു മെഷീൻസും റോബോട്ട്സും അത് തമ്മിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കൺട്രോളേഴ്സ് ഓർ IEDസും കൺട്രോളേഴ്സുമായിട്ട് ഈ പറയുന്ന ബേസിക് ഡിവൈസസ് ലൈക്ക് സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ലൈക്ക് ഹാർഡ്വെയർസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് IEDസും കൺട്രോളേഴ്സുമായിട്ട്. ഓക്കെ, ഈ ലെവൽ 0 ലെയറിൽ. Then we have a safety zone. Okay, ഇതിനകത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. The supervisory control layer and basic control layer and process control layer, they are together called as, ഈ ഒരു 3 ലെയേഴ്സിനെ they are together called as the process control layer. Process control layer. ഈ 3 ലെയേഴ്സിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രോസസ് കൺട്രോൾ ലെയേഴ്സ് എന്ന് പറയുന്നത്. Okay, that is called a process control layer. It is also called as SCADA zone. SCADA zone എന്നും പറയും. Okay, this is the process control layer or the SCADA zone. Then we have the third zone. അതൊരു എക്സ്ട്രാ സോണായിട്ടായിരുന്നു വരുന്നത്. It is called the safety zone. സേഫ്റ്റി സോൺ അല്ലെങ്കിൽ സേഫ്റ്റി ക്രിട്ടിക്കൽ ലെയർ എന്ന് പറയും. ഓക്കെ, സേഫ്റ്റി സോൺ. അതിനകത്ത് ദിസ് ലെവൽ ആക്ച്വലി ഇൻക്ലൂഡ്സ് ഡിവൈസസ്, സെൻസേഴ്സ് ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ടു മാനേജ് ദ സേഫ്റ്റി ഫങ്ഷൻസ് ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ സേഫ്റ്റി ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉള്ളത് ഏതാണ്? സേഫ്റ്റി സോണിലാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ദ Purdue മോഡൽ ഫോർ കൺട്രോൾ ഹയറാർക്കി എന്ന് പറയുന്നത് ഇതാണ്. So what is the Purdue model? The advantage of Purdue model is that it allows the security to be correctly applied at each level and between levels. ലെവൽസിന് ഓരോ ലെവലിലും നമുക്ക് സെക്യൂരിറ്റി അപ്ലൈ ചെയ്യാൻ Purdue മോഡൽ വെച്ച് സാധിക്കും. ഓരോ ലെവലിലും മാത്രമല്ല, വി ക്യാൻ ഓൾസോ ഇംപ്ലിമെൻറ്റ് സെക്യൂരിറ്റി ബിറ്റ്വീൻ ലെയേഴ്സ്. 2 ലെയേഴ്സിൻ്റെ ഇടയ്ക്കും നമുക്ക് സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. So that is the main advantage of Purdue model. So ഒന്നും കൂടെ if you say the whole summary of it, we are talking about Purdue model of control hierarchy. നമ്മൾ നേരത്തെ പറഞ്ഞു IT OT തമ്മിൽ വർഷങ്ങളായിട്ട് വേറെ ആയിരുന്നു. പക്ഷേ with the development of IoT, IT and OT are now coming together. So we want some kind of a framework to provide end-to-end security. അത്തരത്തിലൊരു ഫ്രെയിംവർക്കാണ് ഏത്? Purdue model for control hierarchy. So Purdue model for control hierarchy is actually a 5-layer ഫ്രെയിംവർക്ക്. ഈ 5-layer ഫ്രെയിംവർക്കിനെ നമ്മൾ 2 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എൻ്റർപ്രൈസ് സോൺ ആൻഡ് ഓപ്പറേഷൻ സോൺ. എൻ്റർപ്രൈസ് സോണും ഓപ്പറേഷൻ സോണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണുണ്ട്.
So demilitarized zone actually acts as a buffer zone that helps to share services and data between the two zones. പിന്നെ we have another zone called safety zone. ഈ safety zone we have applications that are applications and hardwares like sensors and other devices to manage the safety functions of the entire system. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Purdue മോഡൽ ഫോർ കൺട്രോൾ ഹയറാർക്കി. ഹയറാർക്കി ഒരു ഫ്രെയിം വർക്കാണിത് കാണിച്ചിരിക്കുന്നത്. സോ താങ്ക് യു.